ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കമ്പാരേറ്റേഴ്സ് എന്തൊക്കെയാണ്, കമ്പാരേറ്റർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പാരേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ കമ്പാരേറ്റർ? എ കമ്പാരേറ്റർ ഈസ് എ precision instrument employed to compare the dimension of a given component with a working standard. അപ്പോൾ കമ്പാരേറ്റർ ചെയ്യുന്ന കാര്യം എന്താണ്? കമ്പയർ ദ ഡയമെൻഷൻസ്. ആരുടെയൊക്കെ ഡയമെൻഷൻസ്? എ ഗിവൺ കമ്പോണൻറ്റ് വിത്ത് എ വർക്കിംഗ് സ്റ്റാൻഡേർഡ്. ഒരു വർക്കിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഹെൽപ്പോടുകൂടി ഒരു ഗിവൺ കമ്പോണൻറ്റിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്നു. ഡയമെൻഷൻ ചെക്ക് ചെയ്യുക മീൻസ് കമ്പയർ ചെയ്യുന്നു. അതിന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പാരേറ്റർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിവിടെ കമ്പാരേറ്ററായിട്ട് എടുക്കുന്ന ഒന്ന് ഡയൽ ഗേജ് ആണ്. ഓക്കെ, എന്താണ് ഡയൽ ഗേജ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഡയൽ ഗേജ് അല്ലെങ്കിൽ ഡയൽ ഇൻഡിക്കേറ്റർ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വർക്ക് പീസ് ചെയ്തെടുത്തു. ആ വർക്ക് പീസിൻ്റെ ഡയമീറ്റർ 10 mm ഉള്ളതാണെന്ന് കരുതുക. 10 mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റാണെന്ന് കരുതുക. ദെൻ അതേ 10 mm തിക്നെസ് ഉള്ള ഒരു സ്ലിപ്പ് ഗേജ്, അതേ 10 mm തിക്നെസ് ഉള്ള ഒരു സ്ലിപ്പ് ഗേജും നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുക. ഇവിടെ ഈ സ്ലിപ്പ് ഗേജ് എന്ന സ്റ്റാൻഡേർഡ്, കാരണം സ്ലിപ്പ് ഗേജിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ആക്യുറേറ്റ് ആണ്. 10 mm എന്ന് പറഞ്ഞാൽ 10 mm ആയിരിക്കും. പക്ഷെ നമ്മൾ വർക്ക് പീസ് ചെയ്തെടുത്തിരിക്കുന്നതും 10 mm തന്നെയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ലിപ്പ് ഗേജ്. അപ്പോൾ ഈ സ്ലിപ്പ് ഗേജും ഈ വർക്ക് പീസും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ തീരുമാനിക്കും വർക്ക് പീസിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പാരേറ്റർ എന്ന് പറയുന്നത് ഡയൽ ഇൻഡിക്കേറ്ററാണ്. ഡയൽ ഇൻഡിക്കേറ്റർ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി എങ്ങനെയാണ് ഒരു ഡയൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഈ വർക്ക് പീസും ഈ ഒരു സ്ലിപ്പ് ഗേജും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? അതിന് നമ്മൾ ആദ്യം സ്ലിപ്പ് ഗേജ് സെറ്റ് ചെയ്തു. സർഫസ് പ്ലേറ്റിലായിട്ട് സ്ലിപ്പ് ഗേജ് വെച്ചു. ഇതാണ് സ്ലിപ്പ് ഗേജ്. ആ സ്ലിപ്പ് ഗേജിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന് നമുക്ക് അറിയാം. ദെൻ സ്ലിപ്പ് ഗേജിന് മുകളിലായിട്ട് നമ്മൾ ഡയൽ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഡയൽ ഇൻഡിക്കേറ്ററിലെ റീഡിങ് 0 സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് ഗേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡയൽ ഇൻഡിക്കേറ്ററിലെ റീഡിങ് 0 സെറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ബേസ് പ്ലേറ്റിലേക്ക് നമ്മൾ ആക്ച്വലി ചെയ്തെടുത്ത വർക്ക് പീസ് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഈ ഡയൽ ഇൻഡിക്കേറ്ററിനെ നമ്മൾ എങ്ങോട്ട് കടത്തി വിടുന്നു? വർക്ക് പീസിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ സ്ലിപ്പ് ഗേജിൽ കൂടെ മൂവ് ചെയ്ത ഡയൽ ഇൻഡിക്കേറ്റർ 0 ഡയൽ ഇൻഡിക്കേറ്ററിൽ നമ്മൾ 0 റീഡിങ് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ അതേ ഡയൽ ഇൻഡിക്കേറ്ററിനെ വർക്ക് പീസിൽ കൂടെ മൂവ് ചെയ്യാൻ നേരത്ത് വർക്ക് പീസിൻ്റെ ഡയമെൻഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയൽ ഇൻഡിക്കേറ്ററിലെ പോയിൻ്റർ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് അവത്തിൽ നിന്ന് മനസ്സിലാകാം സ്ലിപ്പ് ഗേജിനേക്കാൾ ഡയമെൻഷൻ കൂടുതലോ ഡയമെൻഷൻ കുറവോ ആണ് വർക്ക് പീസിലെ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പാരേറ്റർ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ എഴുതുക. ടു കമ്പയർ ദ ഡയമെൻഷൻ ഓഫ് എ ഗിവൺ കമ്പോണൻറ്റ്, നമ്മൾ നേരത്തെ കണ്ട വർക്ക് പീസ് വിത്ത് എ വർക്കിംഗ് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഹെൽപ്പോടെ. അതായത് എക്സാമ്പിളായിട്ട് നമ്മൾ സ്ലിപ്പ് ഗേജ് എടുത്തു. ദെൻ എന്താണ് കമ്പാരേറ്റർ ചെയ്യുക? കമ്പാരേറ്റർ ഡസ് നോട്ട് മെഷർ ദ ഡയമെൻഷൻ. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ആക്ച്വലി ചെയ്തെടുത്ത വർക്ക് പീസിൻ്റെ ഡയമെൻഷൻ മെഷർ ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അതൊരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് പീസിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് തന്നെയാണോ അതോ ആ ട്രൂ വാല്യൂവിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നാണ് കാണിച്ചു തരിക. അപ്പം അതുകൊണ്ട് തന്നെ കമ്പാരേറ്റർ ഡസ് നോട്ട് മെഷർ ദ ആക്ച്വൽ ഡയമെൻഷൻ ബട്ട് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ ബേസിക് ഡയമെൻഷൻ. അപ്പോൾ ബേസിക് ഡയമെൻഷനിൽ നിന്ന് എത്രത്തോളം ഡിഫറൻ്റ് ആണ് ആക്ച്വൽ ഡയമെൻഷൻ എന്നുള്ളത് കമ്പയർ ചെയ്ത് കാണിച്ചു തരുന്നു.
ദെൻ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ അത് തന്നെയാണ്. കമ്പാരറ്റർ ഈസ് ഫസ്റ്റ് adjusted to 0 on its dial or recording device with the help of a gauge block in its position. Then the gauge block is of dimension which the workpiece should have. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 mm ഒരു സ്ലിപ്പ് ഗേജും നമ്മൾ ചെയ്തെടുത്ത വർക്ക് പീസ് 10 mm, ഇത് രണ്ടും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ഡയൽ ഇൻഡിക്കേറ്റർ എടുത്തു. ദെൻ നമ്മൾ ഒരു വർക്ക് പീസും ഒരു സ്ലിപ്പ് ഗേജും എടുത്തു. Then the workpiece to be checked is then placed in position and the comparator gives the difference in dimension in relation to the gauge block. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ with the help of a dial indicator വർക്ക്പീസും ഗേജ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്ലിപ്പ് ഗേജും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് ആക്ച്വലി ചെയ്ത വർക്ക് പീസ് എത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ആണ് എന്നുള്ളത് കാണിച്ചു തരുന്നു. The dimension of the workpiece may be less than, equal to or greater than the standard dimension. അപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ചെയ്തെടുത്ത വർക്ക് പീസിൻ്റെ ഡയമെൻഷൻ 10 mm കൂടുതലാകാം, 10 mm കുറവാകാം, 10 mm ആകാം. അപ്പോൾ ആ കാര്യം നമുക്ക് കമ്പാരറ്ററിൽ നിന്ന് ക്ലിയർ ആവുന്നു. If the dimension is less or greater than the standard, the difference will be shown on the dial or the recording device of the comparator. അപ്പോൾ ബേസിക് ആക്ച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്ന ആ ട്രൂ ആയിട്ടുള്ള ഡയമെൻഷനേക്കാളും മുകളിലോ താഴെയോ ആണെങ്കിൽ അതനുസരിച്ചുള്ള ആ വ്യത്യാസം ഡയൽ ഇൻഡിക്കേറ്ററിൽ കാണാൻ സാധിക്കുന്നു. Thus, the comparator does not give the dimension of a workpiece, but only gives the difference between the standard and the actual dimension of the workpiece. ഇത്തരത്തിൽ വർക്ക് പീസും ഒരു സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് വർക്ക് പീസ് എത്രത്തോളം ആ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിയിരിക്കുന്നു, അതോ സ്റ്റാൻഡേർഡിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണോ വർക്ക് പീസിൻ്റെ എന്നുള്ളത് കാണിക്കുന്നു. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പാരേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ, ദെൻ ഒപ്റ്റിക്കൽ, ദെൻ മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ന്യൂമാറ്റിക്. ഇത്രയും കമ്പാരേറ്റേഴ്സ് നമുക്ക് നോക്കാനുണ്ട്. ദെൻ ഇതെല്ലാം അഡീഷണൽ ആയിട്ടുള്ളതാണ്, സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. ദെൻ കമ്പാരേറ്റേഴ്സ് മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂമാറ്റിക് വൺ. Then first one, mechanical comparators. Mechanical comparators ഇത്രയും ടൈപ്പ് നമുക്ക് നോക്കാനുണ്ട്. ഡയൽ ഇൻഡിക്കേറ്റർ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡയൽ ഇൻഡിക്കേറ്റർ ഓർ ഡയൽ ഗേജ്. ദെൻ ജൊഹാൻസൺ മൈക്രോക്കേറ്റർ, റീഡ് ടൈപ്പ് മെക്കാനിക്കൽ കമ്പാരേറ്റർ ആൻഡ് സിഗ്മ കമ്പാരേറ്റർ. ഇത്രയും കമ്പാരേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, എ അല്ല അവിടെ ഇ ആണ്, RED. ദെൻ ഫസ്റ്റ് വൺ ഡയൽ ഇൻഡിക്കേറ്റർ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡയൽ ഇൻഡിക്കേറ്റർ എന്താണ്, അതിൻ്റെ യൂസ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു പ്ലഞ്ചർ ഉണ്ടാകും. ഈ പ്ലഞ്ചറിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിയേഴ്സ് ആൻഡ് പിനിയൻസ്. അപ്പോൾ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് വളരെ ചെറുതാണെങ്കിൽ കൂടിയും അതിനെ മാഗ്നിഫൈ ചെയ്ത് പോയിൻ്റർ കാണിക്കുന്നു. ആ രീതിയിലായിരിക്കും അതിനകത്തുള്ള ഗിയേഴ്സും പിനിയൻസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കമ്പാരറ്റർ എന്ന് പറയുന്ന ഒന്നിലേക്ക് ഡയൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനീഷ്യലി ദ കമ്പാരറ്റർ ഈസ് അഡ്ജസ്റ്റഡ് ടു 0 ഓൺ ഇറ്റ്സ് ഡയൽ വിത്ത് എ സ്റ്റാൻഡേർഡ് ജോബ് ഇൻ പൊസിഷൻ. നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഒരു സ്ലിപ്പ് ഗേജ് വെച്ചുകൊണ്ട് ആദ്യം കമ്പാരേറ്റർ 0 സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയൽ ഗേജ് 0 സെറ്റ് ചെയ്യുന്നു. ദ റീഡിംഗ് H1 ഈസ് ടേക്കൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്ലഞ്ചർ. ദെൻ H1 എന്ന റീഡിംഗ് എടുക്കുന്നു. ദെൻ ദ സ്റ്റാൻഡേർഡ് ജോബ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വർക്ക് പീസ്. ദെൻ സ്റ്റാൻഡേർഡിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ സ്ലിപ്പ് ഗേജിനെ മാറ്റിയിട്ട് പകരം വർക്ക് പീസിനെ വെക്കുന്നു.
ദെൻ H2 എന്ന റീഡിംഗ് എടുക്കുന്നു. ദെൻ ഈ H1ഉം H2 നോട്ട് ചെയ്യുന്നു. ഇഫ് H1 ആൻഡ് H2 ആർ ഡിഫറൻറ്റ്, then the change in the dimension will be shown on the dial of the comparator. അപ്പോൾ H1ഉം H2 തമ്മിലുള്ള ഡിഫറൻസ് അത് ഡയൽ ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നു. അതിലൂടെ ആക്ച്വൽ വർക്ക് പീസ് അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാകുന്നു. ഈ കാണുന്നതെല്ലാം ഡയൽ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഡയൽ പോയിന്റർ മൂവ് ചെയ്യുന്ന കാണിക്കുന്നു മാത്രം. നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഡയൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്പറേഷനാണ് ഈ പറയുന്നത്. ദ ഇൻഡിക്കേറ്റർ ഈസ് സെറ്റ് ടു 0 ബൈ ദ യൂസ് ഓഫ് സ്ലിപ്പ് ഗേജസ്. ദെൻ ദ പാർട്ട് ടു ബി ചെക്ക്ഡ് ഈസ് ദെൻ പ്ലേസ്ഡ് ബിലോ ദ പ്ലഞ്ചർ. അപ്പോൾ ആദ്യം ഡയൽ ഇൻഡിക്കേറ്റർ സ്ലിപ്പ് ഗേജ് യൂസ് ചെയ്തുകൊണ്ട് 0 സെറ്റ് ചെയ്യണം. ദെൻ മെഷർ ചെയ്യേണ്ട എന്താണോ ആക്ച്വലി ചെയ്തെടുത്ത വർക്ക് പീസ് അതിനെ ഡയൽ ഇൻഡിക്കേറ്ററിന് അടിയിലായിട്ട് പ്ലഞ്ചറിന് അടിയിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. Then the linear movement of the plunger is magnified by means of a gear and pinion train into sizable rotation of the pointer. അപ്പോൾ പ്ലഞ്ചറിനുണ്ടാകുന്ന ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ലീനിയർ മൂവ്മെൻറ്റ് അതിനെ ഒരു പോയിൻ്ററിൻ്റെ റോട്ടറി മൂവ്മെൻ്റ് ആക്കി മാറ്റുന്നു. എങ്ങനെ? ബൈ മീൻസ് ഓഫ് ഗിയേഴ്സ് ആൻഡ് പിനിയൻസ്. The variation in dimension of the part from the basic size is indicated on the dial. അപ്പോൾ ഡയൽ ഗേജിൽ ആ വേരിയേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു. ഇനി അടുത്ത മെക്കാനിക്കൽ കമ്പാരേറ്ററാണ് ജൊഹാൻസൺ മൈക്രോക്കേറ്റർ. ദ ഇൻസ്ട്രുമെൻറ്റ് വാസ് ഫസ്റ്റ് ഡിവൈസ്ഡ് ബൈ CF ജൊഹാൻസൺ. ഇനി എങ്ങനെയാണ് ഈ ഒരു ജൊഹാൻസൺ മൈക്രോക്കേറ്ററിൻ്റെ വർക്കിംഗ്? ഇതാണ് ഡയഗ്രാം. ഇവിടെ ഒരു പ്ലഞ്ചർ ഉണ്ട്. ഈ കാണുന്നതാണ് പ്ലഞ്ചർ. ആ പ്ലഞ്ചർ ഒരു ബെൽ ക്രാങ്ക് ലിവർ എന്ന് പറയുന്ന ഒന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബെൽ ക്രാങ്ക് ലിവർ പ്ലഞ്ചറിൻ്റെ ഈ ഒരു പോയിന്റുമായിട്ട് വെൽഡ് ചെയ്തിരിക്കുന്നു. ദെൻ ബെൽ ക്രാങ്ക് ലിവർ ഇവിടെ ഹിഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ. ദെൻ ഈ കാണുന്നതാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ ഫ്രെയിം. ഔട്ടിലേക്ക് ഒരു ട്വിസ്റ്റർ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ട്വിസ്റ്റർ സ്ട്രിപ്പ് ബെൽ ക്രാങ്ക് ലിവറിലും അതോടൊപ്പം തന്നെ ഒരു കാൻഡിലിവർ സ്ട്രിപ്പിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ട്വിസ്റ്റർ സ്ട്രിപ്പിലാണ് ഒരു പോയിൻ്റർ ഉള്ളത്. അതായത് നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്ററിലെ പോയിൻ്റർ പോലുള്ളൊരു പോയിൻ്റർ ഈ ട്വിസ്റ്റർ സ്ട്രിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ പ്ലഞ്ചർ മൂവ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ബെൽ ക്രാങ്ക് ലിവർ റൊട്ടേറ്റ് ചെയ്യും. കാരണം ബെൽ ക്രാങ്ക് ലിവർ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു, ദെൻ ഇവിടെ ഹിഞ്ച് ചെയ്തിരിക്കുന്നു, ദെൻ ബെൽ ക്രാങ്ക് ലിവറിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ട്വിസ്റ്റർ സ്ട്രിപ്പ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്ലഞ്ചർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ബെൽ ക്രാങ്ക് ലിവറിന് ഒരു റൊട്ടേഷൻ വരാം. ഈ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ട്വിസ്റ്റർ സ്ട്രിപ്പിൽ ടെൻഷൻ ഉണ്ടാകുന്നു. അതിൻ്റെ ബേസിൽ പോയിൻ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇറ്റ് യൂസസ് എ ട്വിസ്റ്റർ സ്ട്രിപ്പ് to convert small linear movements of a plunger into a large circular movement of a pointer. അപ്പോൾ നമ്മൾ ഡയൽ ഇൻഡിക്കേറ്ററിൽ കണ്ടു ആ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെ ഒരു പോയിൻ്ററിൻ്റെ റോട്ടറി മൂവ്മെൻ്റ് ആക്കി മാഗ്നിഫൈ ചെയ്ത് കാണിക്കാമെന്നുള്ളത്. ജൊഹാൻസൺ മൈക്രോക്കേറ്റർ എന്ന് പറയുന്നത് മറ്റൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെയും ഈ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റിനെ ഈ പോയിൻ്ററിൻ്റെ റോട്ടറി മൂവ്മെൻ്റ് ആക്കി മാഗ്നിഫൈ ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അതിനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണിത്. അപ്പോൾ ഇവിടെ എന്താണ്? എ ട്വിസ്റ്റഡ് തിൻ മെറ്റൽ സ്ട്രിപ്പ് ക്യാരീസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഇറ്റ്സ് ലെങ്ത് എ വെരി ലൈറ്റ് പോയിൻ്റർ മെയ്ഡ് ഓഫ് തിൻ ഗ്ലാസ്. ഇതാണ് ട്വിസ്റ്റഡ് സ്ട്രിപ്പ്. ഈ ട്വിസ്റ്റഡ് സ്ട്രിപ്പിൻ്റെ മിഡിലായിട്ട് ഒരു പോയിൻ്റർ, ലൈറ്റ് പോയിൻ്റർ ഉണ്ടാവും. വൺ എൻഡ് ഓഫ് ദ സ്ട്രിപ്പ് ഈസ് ഫിക്സഡ് ടു ദ അഡ്ജസ്റ്റബിൾ കാൻഡിലിവർ. അപ്പോൾ ഈ ട്വിസ്റ്റഡ് സ്ട്രിപ്പിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാൻഡിലിവർ സ്ട്രിപ്പുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ദെൻ ആൻഡ് ദ അതർ എൻഡ് ഈസ് ആംഗേഡ് ടു ദ സ്പ്രിംഗ് എൽബോ, വൺ ആം ഓഫ് വിച്ച് ഈസ് ക്യാരിഡ് ഓൺ മെഷറിംഗ് പ്ലഞ്ചർ. അപ്പോൾ ഈ ട്വിസ്റ്റർ സ്ട്രിപ്പ് അതിൻ്റെ ഒരെൻഡ് ഈ ബെൽ ക്രാങ്ക് ലിവറുമായിട്ട്
കണക്ട് ചെയ്തിരിക്കുന്നു. ഒരെൻഡ് ഈ കാൻഡിലിവർ സ്ട്രിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദ സ്പ്രിംഗ് എൽബോ ആക്ട് ആസ് എ ബെൽ ക്രാങ്ക് ലിവർ. ഇതാണ് ബെൽ ക്രാങ്ക് ലിവർ. അത് ഇവിടെയായിട്ട് ഹിഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബെൽ ക്രാങ്ക് ലിവറിന് പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. Then a slight upward movement of plunger will make the bell crank lever to rotate. അപ്പോൾ പ്ലഞ്ചറിന് മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ബെൽ ക്രാങ്ക് ലിവർ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ തന്നെ പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബെൽ ക്രാങ്ക് ലിവർ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. Then due to this a tension will be applied to the twisted strip in the direction of the arrow. അപ്പോൾ ബെൽ ക്രാങ്ക് ലിവർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ട്വിസ്റ്റർ സ്ട്രിപ്പിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ മൂലം എന്ത് സംഭവിക്കുന്നു? ദിസ് കോസസ് ദ സ്ട്രിപ്പ് ടു അൺട്വിസ്റ്റ്. ആ മെറ്റൽ സ്ട്രിപ്പ് അൺട്വിസ്റ്റ് ആവും, റിസൾട്ടിങ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് പോയിന്റർ. അപ്പോൾ ബെൽ ക്രാങ്ക് ലിവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ട്വിസ്റ്റർ സ്ട്രിപ്പ് അൺട്വിസ്റ്റ് ആകും. അതുമൂലം ഈ ലൈറ്റ് പോയിന്റർ റൊട്ടേറ്റ് ചെയ്യും. The spring will ensure that the plunger returns when the contact pressure between the bottom tip of the plunger and the workpiece is not there. That is, when the workpiece is removed from the underneath plunger. Then the length of the cantilever can be varied to adjust the magnification. In order to prevent excessive stress on the central portion, the strip is perforated along the center line by perforation. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർക്കേണ്ടത്, ബെൽ ക്രാങ്ക് ലിവർ റൊട്ടേറ്റ് ചെയ്യും പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ച്. ദെൻ അവിടെ ട്വിസ്റ്റർ സ്ട്രിപ്പ് അൺട്വിസ്റ്റ് ആവും, അതനുസരിച്ച് പോയിന്റർ റൊട്ടേറ്റ് ചെയ്യും. ദെൻ അടുത്തതാണ് റീഡ് ടൈപ്പ് മെക്കാനിക്കൽ കമ്പാരേറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തെ പാർട്സ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഡയഗ്രാം ഈ കാണുന്നത്. അവിടെ നമുക്ക് ബ്ലോക്കുകളുണ്ട്. എ എന്ന് പറയുന്ന ഒരു ബ്ലോക്കുണ്ട്, അത് ഫിക്സഡ് ആണ്. ദെൻ ബി എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ് ഈ കാണുന്നത്, ബി എന്ന് പറയുന്ന ബ്ലോക്ക്. ദെൻ നമുക്കിവിടെ റീഡ്സ് ഉണ്ട്. ഈ കാണുന്നതാണ് വെർട്ടിക്കൽ റീഡ്സ്. ദെൻ ഇതാണ് ഹൊറിസോണ്ടൽ റീഡ്സ്. അപ്പോൾ എ എന്ന് പറയുന്നതാണ് ഫിക്സഡ് ആയിട്ടുള്ള ബ്ലോക്ക്, ബി എന്ന് പറയുന്നതാണ് മൂവബിൾ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, സി എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റീഡ്, ഡി എന്ന് പറയുന്നതാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള റീഡ്. ദെൻ ഇത് പോയിൻ്ററാണ്, ഇത് സ്കെയിലാണ്. അപ്പോൾ ഈ എ ബ്ലോക്കും ബി ബ്ലോക്കും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ റീഡാണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റീഡ്. ദെൻ ഈ ബി ബ്ലോക്ക്, ആ ബി ബ്ലോക്കിലാണ് പ്ലഞ്ചർ അല്ലെങ്കിൽ സ്പിൻഡിൽ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ സ്പിൻഡിലുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്ലോക്ക് ബി മൂവ് ചെയ്യും. ബ്ലോക്ക് ബിക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. ദെൻ ഇവിടെ രണ്ട് വെർട്ടിക്കലായിട്ടുള്ള റീഡ്സ് ഉണ്ട്. ഈ റീഡ് ഫിക്സഡ് ബ്ലോക്കായ എയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഈ ഒരു റീഡ് മൂവബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ബിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ദെൻ ഈ രണ്ട് വെർട്ടിക്കൽ റീഡിലുമായിട്ടായിരിക്കും ഈ കാണുന്ന രീതിയിൽ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ സ്പിൻഡിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് ബ്ലോക്ക് ബി മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. ബ്ലോക്ക് ബി മുകളിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ ബ്ലോക്ക് ഡിക്കും ഒരു അപ്വാർഡ് മോഷൻ ഉണ്ടാകും. പക്ഷേ റീഡ് ഡിക്ക്, ഈ കാണുന്ന റീഡ് ഡിക്കൊരു മുകളിലേക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ ഈ കാണുന്ന റീഡിന് മൂവ്മെൻറ്റ് പറ്റില്ല, കാരണം അത് എയുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ട് വെർട്ടിക്കൽ റീഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലോക്ക് ബി മൂവ് ചെയ്യുന്നതനുസരിച്ച് ബ്ലോക്ക് ഡി, ഈ കാണുന്ന റീഡ് മുകളിലേക്കും ഈ കാണുന്ന റീഡ് ഫിക്സഡ് ആയിട്ടും നിൽക്കുന്നു. അപ്പോൾ അതുമൂലം ഒരു റൊട്ടേഷൻ സംഭവിക്കുന്നു, കാരണം ഈ വെർട്ടിക്കൽ റീഡിന് മുകളിലായിട്ടായിരിക്കും പോയിന്റർ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഈ രണ്ട് വെർട്ടിക്കൽ റീഡിനും ഉണ്ടാകുന്ന ഒരു ഹൈറ്റ് ഡിഫറൻസ്, അതുമൂലം പോയിന്റർ മൂവ് ചെയ്യുന്നു. Then this reed mechanism is a frictionless device for magnifying small motion of the spindle.
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് ബ്ലോക്ക് എ, അതാണ് ഈ കാണുന്നത് ഫിക്സഡ് ബ്ലോക്ക് എ, ആൻഡ് ഫ്ലോട്ടിംഗ് ബ്ലോക്ക് ബി, ഇതാണ് ഫ്ലോട്ട് ചെയ്യുന്ന ബ്ലോക്ക് ബി, അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള ബ്ലോക്കാണ് ബി, വിച്ച് ക്യാരീസ് ദ ഗേജിങ് സ്പിൻഡിൽ ആൻഡ് ഈസ് കണക്റ്റഡ് ഹൊറിസോണ്ടലി ടു ദ ഫിക്സഡ് ബ്ലോക്ക് ബൈ റീഡ് സി. അതായത് ഈ ബ്ലോക്ക് ബി, ആ ബിയുടെ ഒരു എൻഡിലായിട്ടായിരിക്കും എന്ത് കണക്ട് ചെയ്തിരിക്കുക, സ്പിൻഡിൽ അല്ലെങ്കിൽ പ്ലഞ്ചർ കണക്ട് ചെയ്തിരിക്കുക. ദെൻ ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഹൊറിസോണ്ടൽ റീഡ് സി. എ വെർട്ടിക്കൽ റീഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബ്ലോക്ക് വിത്ത് അപ്പർ എൻഡ്സ് ജോയിൻ ടുഗദർ. ദീസ് വെർട്ടിക്കൽ റീഡ്സ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ ഡി. ഇതാണ് രണ്ട് വെർട്ടിക്കൽ റീഡ്സ്. ഈ വെർട്ടിക്കൽ റീഡിൽ ഒരു റീഡ് ഫിക്സഡ് ബ്ലോക്കായ എയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു റീഡ് ഫ്ലോട്ടിംഗ് ബ്ലോക്കായ ബിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഈ രണ്ട് ബ്ലോക്കിൻ്റെയും ടോപ്പിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത് എ വെർട്ടിക്കൽ റീഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബ്ലോക്ക് വിത്ത് അപ്പർ എൻഡ്സ് ജോയിൻഡ്. അപ്പോൾ ഈ രണ്ട് വെർട്ടിക്കൽ റീഡിൻ്റെയും ടോപ്പ് എൻഡ് ജോയിൻ ചെയ്തിരിക്കുകയായിരിക്കും. ദെൻ ബിയോണ്ട് ദിസ് ജോയിൻ എക്സ്റ്റെൻസ് എ പോയിന്റർ. ദെൻ ഈ ടോപ്പ് എൻഡ് ജോയിൻ ചെയ്തിരിക്കുകയായിരിക്കും, അതിന് മുകളിലായിട്ടായിരിക്കും പോയിന്റർ ഉണ്ടാവുക. എ ലീനിയർ മോഷൻ ഓഫ് ദ സ്പിൻഡിൽ, സ്പിൻഡിലുണ്ടാകുന്ന ലീനിയർ മോഷൻ, അതനുസരിച്ച് എന്ത് സംഭവിക്കും, എ ലീനിയർ മോഷൻ ഓഫ് ദ സ്പിൻഡിൽ മൂവ്സ് ദ ഫ്രീ ബ്ലോക്ക് വെർട്ടിക്കലി. അപ്പോൾ സ്പിൻഡിലുണ്ടാകുന്ന മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്ലോക്ക് ബി എന്ത് ചെയ്യും, വെർട്ടിക്കലി മൂവ് ചെയ്യും. The free block vertically causing the vertical read on the floating block to slide past the vertical read on the fixed block. അപ്പോൾ ബ്ലോക്ക് ബി വെർട്ടിക്കലി മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബ്ലോക്ക് ബിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ റീഡ് മുകളിലേക്ക് മൂവ് ചെയ്യും, പക്ഷെ എയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ റീഡിന് മോഷൻ ഇല്ല. അപ്പം അതാണ് the vertical read on the floating block to slide past the vertical read on the fixed block. ഇത് തമ്മിലൊരു സ്ലൈഡിങ് മോഷൻ എന്ന രീതിയിൽ ഉണ്ടാകും. അതായത് ഈ ഒരു ബ്ലോക്ക് ഈ ഒരു റീഡ് മുകളിലേക്കും ഈ ഒരു റീഡ് ഫിക്സഡ് ആയിട്ടും ഇരിക്കും. However, as the vertical reads are joined at the upper end, instead of slipping, the movement causes both the reads sink through an arc. അപ്പോൾ ഈ ഒരു റീഡ് മൂവ് ചെയ്യുന്നു, ഈ റീഡ് മൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഇതിനെ ടോപ്പ് യോജിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് വെർട്ടിക്കൽ റീഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ബോത്ത് റീഡ്സ് സ്വിങ് ത്രൂ ആൻ ആർക്ക്, ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ദെൻ അതുകൊണ്ട് എന്ത് സംഭവിക്കും, അതിന് മുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റർ മൂവ് ചെയ്യും. അടുത്ത കമ്പാരേറ്റർ ആണ് സിഗ്മ കമ്പാരേറ്റർ. ദിസ് ഈസ് എ മെക്കാനിക്കൽ കമ്പാരേറ്റർ പ്രൊവൈഡിങ് മാഗ്നിഫിക്കേഷൻ ഇൻ ദ റേഞ്ച് ഓഫ് 300 to 5000. ദെൻ ഇതാണ് അതിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് പ്ലഞ്ചർ. ഓക്കെ, ദെൻ ഈ പ്ലഞ്ചറിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നതാണ് നൈഫ് എഡ്ജ്. ഓക്കെ, ഈ നൈഫ് എഡ്ജ് പ്ലഞ്ചറുമായിട്ട് ഈ രീതിയിൽ ജോയിൻ ചെയ്ത് വെക്കുന്നു. ദെൻ ഈ നൈഫ് എഡ്ജും പ്ലഞ്ചറും തമ്മിൽ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ ഇതാണ് ഈ കാണുന്ന മെമ്പർ. അതായത് ഇവിടെ ഒരു ഫിക്സഡ് മെമ്പർ ഉണ്ടാകും, ഇതാണ് ഈ ഫിക്സഡ് മെമ്പർ. ഇവിടെ ഒരു മൂവിങ് മെമ്പർ ഉണ്ടാകും. ഓക്കെ, ഫിക്സഡ് മെമ്പർ ഫിക്സഡ് ആയിട്ടിരിക്കും, മൂവിങ് മെമ്പർ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പ്ലഞ്ചർ താഴേക്ക് വരുവാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നൈഫ് എഡ്ജും കൂടെ താഴേക്ക് വരും. അപ്പോൾ നൈഫ് എഡ്ജ് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഈ മൂവിങ് മെമ്പറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നൈഫ് എഡ്ജ് താഴേക്ക് വരുമ്പോൾ മൂവിങ് മെമ്പർ എന്ത് ചെയ്യും, താഴേക്ക് വരും. കാരണം മൂവിങ് മെമ്പർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ബെൻഡ് ആകും. ഫിക്സഡ് മെമ്പർ ഫിക്സഡ് ആയിട്ടിരിക്കും, പക്ഷേ ഈ മൂവിങ് മെമ്പർ താഴോട്ട് ബെൻഡ് ആവും. അപ്പോൾ ഈ മൂവിങ് മെമ്പർ ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ കാണുന്ന വൈയാമുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൂവിങ് മെമ്പർ താഴോട്ട്
വരുമ്പോൾ അല്ലെങ്കിൽ താഴോട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വൈ ബ്ലോക്ക് താഴോട്ട് പോകും. വൈ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? ഈ വൈ ബ്ലോക്കിൻ്റെ എൻഡിലായിട്ട് ഒരു ബാൻഡ് ഉണ്ട്. ഈ കാണുന്നതാണ് ആ ബാൻഡ്. ആ ബാൻഡ് പോയിൻ്ററിൻ്റെ ഡ്രമ്മുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൈ ആം താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ബാൻഡ് അതിലൊരു ടെൻഷൻ ക്രിയേറ്റ് ആകുന്നു. അതുമൂലം അത് ഡ്രമ്മിനെ തിരിക്കുന്നു. ഡ്രം ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? പോയിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ പോയിൻ്ററിൽ റീഡിങ് കാണിക്കുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലഞ്ചർ മൗണ്ടഡ് ഓൺ 2 ഫ്ലാറ്റ് സ്റ്റീൽ സ്ട്രിങ്സ്. ഈ കാണുന്നതാണ് 2 സ്ലിറ്റ് ഡയഫ്രം. Then this provides frictionless linear movement for the plunger. The plunger carries a knife edge which bears upon the face of the mounting block of a cross strip hinge. അപ്പോൾ ഈ കാണുന്നതാണ് നൈഫ് എഡ്ജ്. ഇതാണ് പ്ലഞ്ചർ. പ്ലഞ്ചറും നൈഫ് എഡ്ജും തമ്മിൽ കണ്ടോ സ്ക്രൂ ഇട്ട് ബോൾട്ട് ചെയ്തിരിക്കുകയാണ്. The cross strip hinge is formed by pieces of flat steel springs arranged at right angles and is a very efficient pivot for smaller angular movements. Anyway, the moving block carries a light metal Y-forked arm. അപ്പോൾ ഇതാണ് ഫിക്സഡ് ആയിട്ടുള്ള ബ്ലോക്ക്. ഇതാണ് ഈ ഫിക്സഡ് മെമ്പറിനെ കാണുന്നത്. ഈ കാണുന്നതാണ് മൂവിങ് ബ്ലോക്ക്. ഇതാണ് മൂവിങ് മെമ്പർ. മീൻസ് മൂവിങ് മെമ്പറിന് ഇങ്ങനെയൊരു മോഷൻ ഉണ്ടാകും. കാരണം മൂവിങ് മെമ്പറിന് ടോപ്പിലായിട്ടാണ് ഫോഴ്സ് വരുന്നത്, നൈഫ് എഡ്ജിൻ്റെ ഫോഴ്സ് വരുന്നത്. മൂവിങ് മെമ്പർ വൈ ആമുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദ മൂവിങ് ബ്ലോക്ക് ക്യാരീസ് എ ലൈറ്റ് മെറ്റൽ Y-forked arm. A thin phosphorus bronze ribbon is fastened to the ends of the fork arm. അപ്പോൾ ഈ വൈ ആമിൽ അതിൻ്റെ എൻഡിലായിട്ടായിരിക്കും ഫോസ്ഫറസ് ബ്രോൺസ് ബാൻഡ് കണക്ട് ചെയ്തിരിക്കുക. ഇനി എന്ത് സംഭവിക്കും? ആൻഡ് wrapped around a small drum. അപ്പോൾ പോയിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രം ആ ഡ്രമ്മിലേക്ക് wrap ചെയ്തിരിക്കുകയാണ്. Then mounted on a spindle carrying the pointer. Any vertical displacement of the plunger and hence that of the knife edge makes the moving block of the cross strip lever to pivot. This causes the rotation of the Y arm. അപ്പോൾ ഈ പ്ലഞ്ചറിനുണ്ടാകുന്ന മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നൈഫ് എഡ്ജ് ഒരു ഫോഴ്സ് മൂവിങ് മെമ്പറിൽ ചെലുത്തും. ദെൻ ഈ മൂവിങ് മെമ്പർ റൊട്ടേറ്റ് ചെയ്യും. അതനുസരിച്ച് ഈ വൈ ആമിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിൻ്റർ മൂവ് ചെയ്യും. The metallic band attached to the arm makes the driving drum and hence the pointer to rotate. Then next class നമുക്ക് ഒപ്റ്റിക്കൽ കമ്പാരേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. താങ്ക് യു.